Dear students, the topic which we are going to discuss today is centrifugation, its principle and applications. So, the instrument which is used for centrifugation is known as centrifuge. So, what is a centrifuge? The centrifuge എന്ന് പറയുമ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെൻറ്റാണ്. ഇഫ് യു ഹാവ് എ പ്ലാന്റ് ഓഫ് യുവർ ചോയ്സ്, അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു പ്ലാന്റ് ഉണ്ട്, നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എന്തെങ്കിലും കോമ്പൗണ്ട് ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം അതിൻ്റെ കുറച്ച് ലീവ്സ് എടുക്കുക. ആൻഡ് ദ ലീവ്സ് ആർ ഗ്രൈൻഡഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സോൾവെൻറ്റ്. മെത്തനോളോ പോലത്തെ എന്തെങ്കിലും സോൾവെൻറ്റ് യൂസ് ചെയ്ത് നമ്മൾ ആ പ്ലാന്റിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ അതിനെ എന്താ ചെയ്യുക, ഫിൽറ്റർ ചെയ്തെടുക്കും ഇല്ലേ. ഫിൽറ്റർ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു ഗ്രീൻ സൊല്യൂഷൻ കിട്ടും. പക്ഷേ നമ്മൾ പിന്നെയും കുറച്ചുകൂടെ ഇഫ് യു കീൻലി ഒബ്സർവ് ഇറ്റ്, യു സീ ദാറ്റ് ദെർ ആർ സം പാർട്ടിക്കിൾസ് ഇൻ ഇറ്റ്. അപ്പോൾ അത് നല്ല രീതിയിൽ അത് ഫിൽറ്റർ ആയിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പിന്നെയും ഈ സൊല്യൂഷനെ സെൻട്രിഫ്യൂജ് ചെയ്യിപ്പിക്കുക. അപ്പോൾ സെൻട്രിഫ്യൂജ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദി ബയോളജിക്കൽ സാമ്പിൾസ് and for knowing the shape, size and density of the purified macromolecules or cellular organelles. If you have a plant solution, പ്ലാന്റിൽ നിന്ന് എടുത്ത് ഒരു എക്സ്ട്രാക്ട് സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പോയി സെൻട്രിഫ്യൂജ് ചെയ്യും. അപ്പോൾ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് പോർഷൻ കിട്ടും. മേളത്തെ ഒരു ക്ലിയർ പോർഷൻ എന്ന് പറയുന്ന സൂപ്പർ നൈറ്റൻറ്റും താഴത്തെ പെല്ലറ്റ് പോർഷൻ. പെല്ലറ്റ് ശരിക്കും റെസിഡുവൽ പോർഷൻ, അത് നമ്മൾ കളയും. നമ്മൾ സൂപ്പർ നൈറ്റൻറ്റ് മാത്രം എടുത്തിട്ടായിരിക്കും നമ്മൾ ഫെർദർ റിസർച്ചിലേക്ക് യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ഡൺ ഇൻ സെൻട്രിഫ്യൂജ് എന്നത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ബയോളജിക്കൽ സാമ്പിൾ എടുത്തിട്ട് അതിനെ ഒരു ഇൻറ്റൻസ് ഫോഴ്സിലേക്ക് സബ്ജക്റ്റ് ചെയ്യും ബൈ സ്പിന്നിങ് ദ സാമ്പിൾ അറ്റ് ഹൈ സ്പീഡ്. നല്ലൊരു സ്പീഡ് കൊടുക്കുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ദ സാമ്പിൾ ഈസ് സബ്ജക്റ്റഡ് ടു ആൻ ഇൻറ്റൻസ് ഫോഴ്സ്. സോ ഞാൻ പറഞ്ഞു, സെൻട്രിഫ്യൂജിനകത്ത് നമ്മൾ പല പാർട്ടിക്കിൾസും അവരുടെ ഡെൻസിറ്റി അനുസരിച്ച് സെഡിമെൻറ്റ് ചെയ്യും ഇല്ലേ. സോ ദാറ്റ് സെഡിമെൻറ്റേഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ്, സൈസ് ആൻഡ് ഡെൻസിറ്റി. നമ്മുടെ പ്ലാന്റ് സൊല്യൂഷനകത്ത് തന്നെ പല രീതിയിലുള്ള പാർട്ടിക്കിൾസ് കാണും, സെൽ ഓർഗനൽസ് കാണും. അപ്പോൾ ഈ സെൽ ഓർഗനൽസിനെല്ലാം ഓരോ ഡെൻസിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ മാസ് ആയിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഡെൻസിറ്റി എല്ലായിരിക്കും മൈറ്റോകോൺട്രിയക്കുള്ളത്. സോ അവരുടെ ഡെൻസിറ്റി അനുസരിച്ച് നമ്മൾ സെൻട്രിഫ്യൂജ് ട്യൂബിനകത്ത് സെൻട്രിഫ്യൂഗേഷന് വേണ്ടി വെക്കുന്നത്. അപ്പം ആ സെൻട്രിഫ്യൂജ് ട്യൂബിനകത്ത് അവരോട് ഡെൻസിറ്റി ആൻഡ് മാസ് അനുസരിച്ച് എന്ത് സംഭവിക്കും, ഈ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് സെഡിമെൻറ്റ് ചെയ്ത് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മെയിൻ പ്രോസസ് വിച്ച് ഈസ് ഗോയിങ് ഇൻ സെൻട്രിഫ്യൂഗേഷൻ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ? സോ പ്രിൻസിപ്പിൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, അതായത് നമ്മളൊരു പെർസിപ്പിറ്റേറ്റോ മാക്രോ മോളിക്കുലർ ഒരു സെൽ ഓർഗനൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ആൻ ഇൻറ്റൻസ് ഫോഴ്സ് ഇല്ലേ. ആ ഇൻറ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് it is actually centrifugal force. Okay, so that develops a centrifugal force when the precipitate or macromolecule containing solution is rotated at high speed. നല്ല സ്പീഡിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സ്പീഡ് നമ്മൾ ശരിക്കും സെൻട്രിഫ്യൂജിൽ മെഷർ ചെയ്യുന്നത് RPM, റൊട്ടേഷൻസ് പെർ മിനിറ്റ്. അപ്പോൾ ഇത്ര മിനിറ്റിൽ ഇത്ര റൊട്ടേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ 600 RPM അല്ലെങ്കിൽ 1000 RPM അല്ലെങ്കിൽ 10,000 RPM അതിലും കൂടുതൽ കൊടുക്കും, 1,00,000 RPM വരെയൊക്കെ നമ്മൾ കൊടുക്കും. സോ ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ മോളിക്യൂൾ വിച്ച് യു വാണ്ട് ടു ഐസൊലേറ്റ്. ഇപ്പം ചില മോളിക്യൂൾസ് അല്ലെങ്കിൽ ചില മൈക്രോ മോളിക്യൂൾസ് ഇത്ര സ്പീഡ് കൊടുത്താൽ അവർ സെഡിമെൻ്റ് ആവത്തില്ല. അപ്പോൾ അതിലും കൂടുതൽ സ്പീഡ് കൊടുത്താലായിരിക്കും അവർ സെഡിമെൻ്റ് ആണ്. സോ ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ ഓർ നേച്ചർ ഓഫ് ദി മൈക്രോ മോളിക്യൂൾ. ആൻഡ് ഇഫ് എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ഡെവലപ്ഡ്, ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് F = m ω²r. സോ m എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് മാസും, ഒമേഗ ഈസ് ആംഗുലർ വെലോസിറ്റി ആൻഡ് r is the distance of the migrating particle. Okay, so that is the basic principle. സെൻട്രിഫ്യൂജിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ പാർട്ടിക്കിൾ when it is subjected to a centrifugal force, it is rotated at high rate of speed. അത് നല്ലൊരു സ്പീഡിലേക്ക് നമ്മൾ ഒരു പാർട്ടിക്കിളിനെ റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ that develops an intense centrifugal force. Now coming to the instrumentation of centrifuge, basically it consists of two parts. രണ്ട് പ്രധാന പാർട്സ് ഇതിനകത്തുണ്ട്. ആദ്യത്തെ ഇലക്ട്രിക് മോട്ടർ സാധാരണ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന, സാമ്പിൾസിനെ സ്പിൻ ചെയ്യാൻ. ഓക്കെ, ഞാൻ പറഞ്ഞു നല്ല സ്പീഡിലായിരിക്കും ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സാമ്പിൾസിനെ സ്പിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബേസിക് കമ്പോണൻ്റാണ് ഇലക്ട്രിക് മോട്ടർ. രണ്ടാമത്തെ റോട്ടറുണ്ട്. റോട്ടർ എന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾ ഒഴിക്കുന്നൊരു ട്യൂബുണ്ട്. ഓക്കെ, ആ സാമ്പിൾ ട്യൂബ്സിനെ ഹോൾഡ് ചെയ്യണ്ടേ, ആ ഹോൾഡ് ചെയ്യുന്ന കമ്പോണൻ്റാണ് റോട്ടർ. ഓക്കെ, അപ്പം രണ്ട് ബേസിക് പാർട്സ് ഉണ്ട്.
ഇലക്ട്രിക് മോട്ടറും ആൻഡ് റോട്ടർ. മോട്ടർ എന്ന് വെച്ചാൽ സ്പിന്ന് ചെയ്യാൻ വേണ്ടിയും, പിന്നെ റോട്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഈ സെൻട്രിഫ്യൂജ് ട്യൂബ്സ് ഉണ്ട്, ആ ട്യൂബ്സിനകത്തായിരിക്കും നമ്മൾ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആ സൊല്യൂഷനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കമ്പോണൻ്റാണ് റോട്ടർ. അപ്പം പലതരത്തിലുള്ള റോട്ടേഴ്സ് അവൈലബിൾ ഉണ്ട്. നിങ്ങൾക്ക് സിലബസിനകത്ത് 2 റോട്ടേഴ്സേ പറഞ്ഞിട്ടുള്ളൂ, ഫിക്സ്ഡ് ആംഗിൾ റോട്ടേഴ്സും സ്വിങ്ങിങ് ബക്കറ്റ് റോട്ടേഴ്സും. ഫിക്സ്ഡ് ആംഗിൾ റോട്ടേഴ്സ് നമ്മൾ സാധാരണ രീതിയിൽ we use it for the differential pelleting of the particles. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിക്സ്ഡ് ആംഗിൾ റോട്ടേഴ്സിനകത്ത് നമ്മൾ സാമ്പിൾ സെൻട്രിഫ്യൂജ് ചെയ്യും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, ആഫ്റ്റർ ദി സെൻട്രിഫ്യൂഗേഷൻ 2 പോർഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പർ ലിക്വിഡ് പോർഷനും ആയിരിക്കും, ലോവറായിട്ടുള്ള സോളിഡ് പോർഷനാണ്. അപ്പോൾ ലോവർ സോളിഡ് പോർഷനെ നമ്മൾ പെല്ലറ്റ് എന്നും വിളിക്കും, അപ്പർ ലിക്വിഡ് പോർഷനെ നമ്മൾ സൂപ്പർനേറ്റഡ് എന്നും വിളിക്കും. ഈ സൂപ്പർനേറ്റൻ്റാണ് നമ്മൾ ഡീകാൻറ്റേഷൻ വഴി സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ പല ആക്ടിവിറ്റീസിനും നമ്മൾ എടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ദി ഫിക്സ്ഡ് ആംഗിൾ റോട്ടേഴ്സ്. സ്വിങ്ങിങ് ബക്കറ്റ് റോട്ടേഴ്സ് എന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഇത് രണ്ടും, അതായത് ഫിക്സ്ഡ് ആംഗിൾ റോട്ടേഴ്സും സ്വിങ്ങിങ് ബക്കറ്റ് റോട്ടേഴ്സും ഇത് രണ്ടും നമ്മൾ ഡിഫറൻഷ്യൽ പെല്ലറ്റിംഗ് ഓഫ് പാർട്ടിക്കിൾസിനാണ് നമ്മൾ എടുക്കുന്നത്. വ്യത്യാസം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ മനസ്സിലാവും. ഫിക്സ്ഡ് ആംഗിൾ റോട്ടേഴ്സിനകത്ത് നമ്മുടെ സാമ്പിൾ ട്യൂബ്സ് ഇരിക്കുന്ന ആ പൊസിഷൻ നോക്കി ആക്ച്വലി ദേ ആർ കെപ്റ്റ് ഇൻ എ സ്ലാൻഡിങ് പൊസിഷൻ. ഓക്കെ, അത് മാത്രമേ അതിൻ്റെ വ്യത്യാസമുള്ളൂ. നമ്മളിതിനകത്ത് നമ്മുടെ ഈ 2 ട്യൂബ്സിനകത്ത് നമ്മൾ സാമ്പിൾസ് ഒഴിച്ചു കൊടുക്കുന്നു, സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. സെൻട്രിഫ്യൂജ് ചെയ്യുമ്പം എന്താണ്, സെഡിമെൻറ്റ് നമ്മുടെ ആ കൊടുത്ത സ്പീഡ്, നമ്മൾ ഇത്രയും സ്പീഡ് ഇത്ര സമയം അങ്ങനെ നമ്മൾ കൊടുക്കുന്നത്. അതായത് സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പം റൈബോസോംസിനെയോ അല്ലെങ്കിൽ മൈക്രോസോംസിനെ നമുക്ക് സെഡിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു 20,000 RPM ഫോർ 10 minutes എന്ന് കൊടുക്കും. അപ്പോൾ ആ 10 minutes കഴിയുമ്പോൾ സെൻട്രിഫ്യൂജ് ഓഫ് ആവും, അല്ലെങ്കിൽ അത് ഇറ്റ് കംസ് ടു റെസ്റ്റ്. സോ വാട്ട് ഹാപ്പൻസ്, ദീസ് ട്യൂബ്സ് ദ ഫിക്സ്ഡ് ആംഗിൾ റോട്ടേഴ്സ് ആർ കെപ്റ്റ് ഇൻ എ സ്ലാൻഡിങ് പൊസിഷൻ. ഓക്കെ, രണ്ടാമത്തെ സ്വിങ്ങിങ് ബക്കറ്റ് നോക്കുവാണെങ്കിൽ നോക്കിയേ എങ്ങനെയാണ് ട്യൂബ്സ് ഇരിക്കുന്നത്, ആക്ച്വലി കെപ്റ്റ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലേ. സോ ആ 2 വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ഫിക്സ്ഡ് ആംഗിൾ റോട്ടറിനകത്ത് സ്ലാൻഡിങ് പൊസിഷനിലും സ്വിങ്ങിങ് ബക്കറ്റ് റോട്ടറിനകത്ത് ഇത് ആക്ച്വലി ഇറ്റ് ഈസ് കെപ്റ്റ് പെർപെൻഡിക്കുലർ. ആൻഡ് യു ക്യാൻ സീ, നിങ്ങൾ ലാസ്റ്റ് ഇത് നോക്കുവാണെങ്കിൽ ബാൻഡ്സ് കാണാം നിങ്ങൾക്ക് ഇല്ലേ, കറുത്ത ബാൻഡ്സ് കാണാം. ആ ബാൻഡ്സ് ആക്ച്വലി ഓരോ പാർട്ടിക്കിൾ സെഡിമെൻ്റായി വന്നിരിക്കുന്നത്. ഏറ്റവും മേളത്തെ പോർഷൻ സൂപ്പർനേറ്റൻ്റാണ്. ആ സൂപ്പർനേറ്റൻ്റാണ് നമ്മൾ പിന്നെ കളക്ട് ചെയ്ത് നമ്മൾ ഫെർദർ അനാലിസിസ് ചെയ്യുന്നത്. സോ ഐ തിങ്ക് യു ആർ ക്ലിയർ വിത്ത് ദി 2 types ഓഫ് റോട്ടേഴ്സ്. ഇനി 2 രീതിയിലുള്ള സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട്. ഫസ്റ്റ് ഈസ് ദ ഡിഫറൻഷ്യൽ, സെക്കൻഡ് ഈസ് ദ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ. Density is again divided into zonal centrifugation and isopycnic centrifugation. So firstly we will see what is differential centrifugation. Differential centrifugation it's a very simple process. Actually what you do, you take your solution in a test tube. അപ്പോൾ നമ്മൾ സെൻട്രിഫ്യൂജ് ട്യൂബിനകത്ത് നമ്മുടെ സെൽ ഹോമോജിനേറ്റ് അല്ലെങ്കിൽ പ്ലാൻ സൊല്യൂഷൻ എടുത്തു. ഫസ്റ്റ്ലി നമ്മൾ എന്താ ചെയ്യുക, 600 RPM കൊടുക്കും. ഓക്കെ, ഞാൻ ആ സ്പീഡ് കൂട്ടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ സാമ്പിളിനെ ഐസൊലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കുമ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്, 600 RPM കൊടുത്തിരിക്കുന്നത്. അപ്പം വെൻ യു ഗീവ് 600 RPM you can see that the nuclei and cell debris are isolated. അപ്പോൾ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തേത് നോക്കുമ്പം നമുക്ക് താഴെ ഒരു തിക്ക് പോർഷൻ വന്ന് കിടപ്പുണ്ടല്ലേ, അത് ശരിക്കും അതിനകത്ത് ന്യൂക്ലിയയും സെൽ ഡേബ്രീസും ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി കൊടുക്കും, 20,000 RPM കൊടുക്കും. 20,000 RPM കൊടുക്കുമ്പോൾ എന്തൊക്കെ ഐസൊലേറ്റ് ആയി വരുന്നത്, മൈറ്റോകോൺട്രിയ, പെറോക്സിസോംസ്, ലൈസോസോംസ്. അടുത്തത് 1,00,000 RPM കൊടുക്കുമ്പം നമുക്ക് മൈക്രോസോംസ് കിട്ടും. ആൻഡ് ഫൈനലി വാട്ട് യു ഗെറ്റ്, മൈക്രോസോംസോടെ സെഡിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഒരു ക്ലിയർ പോർഷനാണ് നമ്മുടെ സൈറ്റോസോളിക് സൊല്യൂഷൻ ഓർ സൈറ്റോസോളിക് പോർഷൻ. ഓക്കെ, സോ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷനകത്ത് ആക്ച്വലി വി ആർ ഇൻക്രീസിങ് ദ സ്പീഡ് പെർ റൊട്ടേഷൻസ്. അതായത് ഫസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ 3 RPMs കൊടുത്തിരിക്കുന്നത്. ആദ്യം 600, പിന്നെ 20,000, പിന്നെ 1,00,000. അപ്പോൾ ഓരോ RPMലും ഓരോ ഓർഗനൽസ് ആയിരിക്കും വന്ന് സെഡിമെൻറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ. രണ്ടാമത്തെ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ. ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുമ്പം നമ്മളുടെ സാമ്പിളിൻ്റെ കൂടെ ഒരു ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് കൂടെ ആഡ് ചെയ്യും. ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് പലതും ആവാം. സൂക്രോസ് പോലത്തെ ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് ആവാം,
അപ്പം നമ്മൾ നമ്മുടെ പ്ലാൻ സൊല്യൂഷൻ്റെ കൂടെ വാട്ട് യു മിക്സ് എ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ്. അതിനകത്ത് ഫസ്റ്റ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ സോണൽ സെൻട്രിഫ്യൂഗേഷൻ. സോണൽ സെൻട്രിഫ്യൂഗേഷനകത്ത് ആദ്യം നമ്മൾ സെൻട്രിഫ്യൂജ് ട്യൂബിനെ എന്ത് ചെയ്യും, ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് വെച്ച് ഫില്ല് ചെയ്യും. ഓക്കെ, നമ്മൾ ആദ്യം നമ്മുടെ സൊല്യൂഷൻ എല്ലാം ഒഴിക്കുന്നത് യു ഫിൽ ദ സെൻട്രിഫ്യൂജ് ട്യൂബ് വിത്ത് എ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ്, സൂക്രോസ് പോലത്തെ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് വെച്ച് നമ്മൾ ഫില്ല് ചെയ്യും. രണ്ടാമത് എന്താ ചെയ്യുന്നത്, ഈ ഗ്രേഡിയൻ്റെ ടോപ്പിൽ നമ്മുടെ സാമ്പിൾ അപ്ലൈ ചെയ്യും. ഓക്കെ, ദെൻ വാട്ട് യു ഡു, ദെൻ ഇറ്റ് ഈസ് സെൻട്രിഫ്യൂജ്ഡ്. അപ്പോൾ ആദ്യം ഗ്രേഡിയൻ്റ് ഒഴിക്കുന്നു, രണ്ടാമത് ആ ഗ്രേഡിയൻ്റെ പുറത്ത് ഒരു സാമ്പിൾ ഒഴിക്കുന്നു, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് സെൻട്രിഫ്യൂജ്ഡ്. അപ്പോൾ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ദ ഡെവലപ്സ് എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് where particles move at different rates depending upon their mass. ഓക്കെ, അപ്പം നമുക്കറിയാം ആദ്യം ഡെൻസിറ്റി ഗ്രേഡിയൻ്റാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് ഫ്രം ദ ടോപ്പ് ടു ദ ബോട്ടം ദർ ഈസ് എ ഡെവലപ്മെൻറ്റ് ഓഫ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ്. അപ്പം ഈ പെർട്ടിക്കുലർ ഓരോ സ്ഥലത്തും ഓരോ ഡെൻസിറ്റിയാണ് ഇല്ലേ. അപ്പോൾ അവരോടെ, അതായത് ഈ സാമ്പിൾ സൊല്യൂഷനകത്ത് ഉള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, അവരോട് ഡെൻസിറ്റിക്ക് അനുസരിച്ച് ഓരോ ബാൻഡ്സ് ഫോം ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് സോണൽ സെൻട്രിഫ്യൂഗേഷൻ. സോണൽ സെൻട്രിഫ്യൂഗേഷൻ നമുക്കറിയാം, അതിനകത്ത് പല സോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ സോൺസിനകത്തും അവരോട് ഡെൻസിറ്റിക്ക് അനുസരിച്ച് പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്തിരിക്കുക. സോ ദാറ്റ് ഈസ് നോൺ ആസ് സോണൽ സെൻട്രിഫ്യൂഗേഷൻ. രണ്ടാമത്തേന്ന് വെച്ചാൽ ഐസോപിക്നിക് സെൻട്രിഫ്യൂഗേഷൻ. ഇതിനകത്ത് ആക്ച്വലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സോണലിനകത്ത് എങ്ങനെയാണ് ചെയ്തത്, ആദ്യം ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് ഒഴിച്ചു, പിന്നെ രണ്ടാമത് നമ്മൾ സാമ്പിൾ ഒഴിച്ചു ഇല്ലേ. ഐസോപിക്നിക്കിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റും നമ്മുടെ പ്ലാൻ സാമ്പിളൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെൻട്രിഫ്യൂജ് ട്യൂബിനകത്ത് ഒഴിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെൻട്രിഫ്യൂഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. സെൻട്രിഫ്യൂഗേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഗ്രേഡിയൻറ്റ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, ആൻഡ് സാമ്പിൾ എന്ത് ചെയ്യും, ആദ്യം ഗ്രേഡിയൻറ്റ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാമ്പിൾ പാർട്ടിക്കിൾസ് അവരോട് ഡെൻസിറ്റിക്കുള്ള സ്ഥലത്ത് പോയി സെറ്റിൽ ചെയ്യും. ഓക്കെ, അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മുടെ സോണലിനകത്ത് ആദ്യം ഗ്രേഡിയൻ്റ് ഒഴിക്കുന്നു, അത് കഴിഞ്ഞ് സാമ്പിൾ അതിൻ്റെ ടോപ്പിലാണ് ഒഴിക്കുന്നത്. ഐസോപിക്നിക്കിനകത്ത് നടക്കുന്നതെന്ന് വെച്ചാൽ, ഡെൻസിറ്റി ഗ്രേഡിയൻറ്റും മിക്സറൂടെ നമ്മുടെ പ്ലാൻ മിക്സറൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് യു കണ്ടക്ട് എ സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താണ്, ഈ പാർട്ടിക്കിൾസ് അവരുടെ മാസും ഡെൻസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ഥലത്ത് പോയി ദേ വിൽ സെറ്റിൽ. ഓക്കെ, so that is the basic concept of centrifugation. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബയോളജിക്കൽ സാമ്പിൾസിനെ നമുക്ക് സെപ്പറേറ്റും പ്യൂരിഫൈ ചെയ്യാം. പല രീതിയിലുള്ള സെൽ ഓർഗാനൽസിനെ നമുക്ക് ഐസൊലേറ്റും പ്യൂരിഫൈയും ചെയ്യാം. ആൻഡ് ഏറ്റവും കൂടുതൽ സെൻട്രിഫ്യൂജ് ചെയ്യുന്നത് ആക്ച്വലി ന്യൂക്ലിക് ആസിഡ്സാണ്. DNA RNA ഒക്കെ നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ വഴി ഐസൊലേറ്റ് ചെയ്തെടുക്കാം. ആൻഡ് ഓൾസോ you can determine the different structural forms of DNA. So centrifugation is nothing but it's just the isolation and purification of different particles from a plant solution depending on their size, shape and density. Okay, അവരുടെ ഡെൻസിറ്റിക്ക് അനുസരിച്ച് കറസ്പോണ്ടിങ് സ്ഥലത്ത് പോയി ഈ പാർട്ടിക്കിൾസ് സെഡിമെൻ്റ് ആവും. സോ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.